കഥയെ ആരംഭിക്കുന്നത് 15 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. CIA NOC ഓപ്പറേറ്റീവ്സായ, അതായത് ചാരസംഘടനയിലെ അംഗങ്ങളായ മാറ്റ് എന്നും എമിലി എന്നും പേരുള്ള രണ്ടുപേർ ഒരു ദൗത്യത്തിനായി ഒരിടത്ത് വന്നിരിക്കുകയായിരുന്നു. എമിലി എന്ന തന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കി. തുടർച്ചയായി 5 തവണ ചെയ്തിട്ടും 5ലും പോസിറ്റീവായിരുന്നു. താൻ ഗർഭിണിയാണ് എന്ന് എമിലി മനസ്സിലാക്കുന്നുണ്ട്. പിന്നാലെ തന്റെ ഫിയാൻസിയും പാർട്ട്ണറും കൂടിയായ മാറ്റിനെ വിളിച്ച് ദൗത്യത്തിനായി എമിലി പുറപ്പെട്ടു. വളരെ വില കൂടിയ ഒരു ബെനലി കാറിലായിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എത്തിച്ചേർന്നത്. അങ്ങോട്ടേക്കെത്തി അവിടെ ഇറങ്ങുമ്പോൾ അവരുടെ സുപ്പീരിയറും ഫ്രണ്ടുമായ ചക്ക് മാറ്റിനെ കോണ്ടാക്ട് ചെയ്തു. നീ പണം മുഴുവൻ മുടിപ്പിക്കല്ലോടാ, ബെനലിയൊക്കെ എടുത്തിട്ടാണല്ലോ പോകുന്നത് എന്ന് ചോദിച്ചു. ഇങ്ങോട്ടേക്കൊക്കെ കടന്നു കയറണമെങ്കിൽ ഇതൊക്കെ വേണം എന്നായിരുന്നു മാറ്റിന്റെ മറുപടി. ഫേക്ക് ഐഡന്റിറ്റിയിലും മറ്റുമായിട്ടാണ് ആ ഇടത്തേക്ക് അവർ കടന്നു ചെല്ലുന്നത്. അതിനു പിന്നിൽ ഒരു ഉദ്ദേശവുമുണ്ട്. പോളിഷ് KGB ഏജന്റായിരുന്ന, നിലവിൽ തീവ്രവാദിയായിട്ടുള്ള ബൽത്തസാർ ഗോറിന്റെ പക്കൽ ഒരു ICS കൺട്രോൾ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം. അതുപയോഗിച്ച് ഇലക്ട്രിസിറ്റിയും ഡാമും ഇലക്ട്രിക് കൺട്രോൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന എന്തും നിയന്ത്രിക്കാൻ പറ്റും. ഒരു തീവ്രവാദിയുടെ കയ്യിൽ അതിരുന്നാലുള്ള അപകടം പ്രത്യേകം പറയണ്ടല്ലോ. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിക്ക് അത് കരസ്ഥമാക്കണം. അതിനാദ്യമായി വളരെ വിദഗ്ധമായി ലോക്കർ തുറക്കുവാൻ ബൽത്തസാർ ഗോറിന്റെ ഫിംഗർ പ്രിന്റും മറ്റും എടുക്കണം. അന്ന് ബൽത്തസാർ ഗോറിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു. അങ്ങോട്ടേക്കാണ് മാറ്റും എമിലിയും വന്നെത്തുന്നത്. വളരെ വിദഗ്ധമായി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പരിചയപ്പെടുന്ന രീതിയിൽ ബൽത്തസാർ ഗോറിന്റെ ഫിംഗർ പ്രിന്റ് എമിലി കരസ്ഥമാക്കിയിരുന്നു. അധികം വൈകാതെ മാറ്റും എമിലിയും രഹസ്യ ലോക്കറുള്ള ഭാഗത്തേക്ക് പോയി. അവിടെ സുരക്ഷിതമായി സേഫ് തുറന്ന് ICS എന്ന കീ അവർ കരസ്ഥമാക്കി. ICS കീ എടുത്ത് ലോക്കർ തിരികെ അടച്ചതും പെട്ടെന്നവിടെ വാണിംഗ് സൈറൻ മുഴങ്ങുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഗോറിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവിടെ ശക്തമായൊരു ഫൈറ്റിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഒടുവിൽ തങ്ങളെ എതിരിടാൻ വന്നവരെയൊക്കെ ഇടിച്ചിട്ട് ഏറെ സാഹസികമായി അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഗോർ തങ്ങളെ പിന്തുടർന്നു വരും എന്ന് മാറ്റിനും എമിലിക്കും അറിയാമായിരുന്നു. എത്രയും വേഗം അവിടെ നിന്ന് തങ്ങൾ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തെത്തണം. അതിനുവേണ്ടി ഒരു വിമാനം തന്നെ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. MI6 ഏജന്റായ ബാരൻ എന്ന വ്യക്തിയായിരുന്നു അത് അറേഞ്ച് ചെയ്തിരുന്നത്. ബാരൻ എമിലിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. എമിലിക്ക് മേൽ എപ്പോഴും അയാൾക്കൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റും ബാരനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. ഈഗോ പ്രശ്നങ്ങളും മറ്റും അവർക്കിടയിൽ കനത്തു നിന്നിരുന്നു. ഒടുവിൽ മാറ്റും എമിലിയും വിമാനത്തിൽ കയറി തങ്ങളുടെ സീറ്റിലേക്ക് ഇരുന്നതും എയർ ഹോസ്റ്റസിനോട് മാറ്റ് 2 ഷാമ്പയിൻ ഓർഡർ ചെയ്തു. പെട്ടെന്ന് എമിലി തനിക്ക് വേണ്ടെന്ന് പറയുകയാണ്. എന്താ പതിവില്ലാതെ കുടിക്കാത്തത്, എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ എന്ന് മാറ്റ് തിരക്കി. ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്ന എമിലി പിന്നാലെ തന്റെ പ്രഗ്നൻസി ടെസ്റ്റുകൾ മാറ്റിന്റെ മുമ്പിലേക്ക് വെച്ചു. താൻ പ്രഗ്നന്റ് ആണ്, മാറ്റാണ് കുട്ടിയുടെ അച്ഛൻ എന്ന കാര്യം എമിലി മാറ്റിനോട് പറഞ്ഞു. മാറ്റ് ഷോക്കാകും എന്നായിരുന്നു എമിലി പ്രതീക്ഷിച്ചതെങ്കിലും മാറ്റിന് സന്തോഷമാവുകയായിരുന്നു ചെയ്തത്. ഞാനിതിന് റെഡിയാണ്, നമുക്കൊന്നിച്ച് ഫാമിലി രൂപീകരിച്ച് കുട്ടിയെ വളർത്താം എന്ന് മാറ്റ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജോലി എത്രമേൽ അപകടം പിടിച്ചതാണ്, ഇത് ശരിയാകുമോ എന്നൊക്കെയായിരുന്നു എമിലിയുടെ ചോദ്യം. ഈ ഒരു അവസരമാണ് താൻ കാത്തിരുന്നതെന്നും തനിക്ക് വേണ്ടതൊരു കുടുംബജീവിതമാണെന്നും ഇതോടെയൊക്കെ അവസാനിപ്പിക്കാം എന്നും മാറ്റ് എമിലിയോട് പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും എമിലിക്ക് ഛർദ്ദിക്കാൻ വന്നു. അവൾ വേഗം ടോയ്ലറ്റിലേക്ക് പോവാൻ ചെന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ടോയ്ലറ്റ് ഔട്ട് ഓഫ് ഓർഡർ ആണ് എന്ന് എമിലിയോട് പറയുകയാണ്. 11 മണിക്കൂർ നീളുന്ന ഫ്ലൈറ്റ് ഉണ്ട്, അതിലെ ടോയ്ലറ്റ് ഔട്ട് ഓഫ് ഓർഡർ ആവുകയെന്ന് പറഞ്ഞാൽ മൊത്തത്തിലെന്തോ പന്തികേട് എമിലിക്ക് മണത്തു. എമിലി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പേ ആ ഉദ്യോഗസ്ഥൻ തോക്ക് ചൂണ്ടി എമിലിയെ ബന്ദിയാക്കി. മാറ്റിനടുക്കൽ ICS എടുക്കാൻ ആവശ്യപ്പെട്ടു. എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം മാറ്റ് കുഴങ്ങിപ്പോയിരുന്നു. പക്ഷേ എമിലി ഉണർന്നു പ്രവർത്തിച്ചു. ആ നിമിഷത്തിൽ മാറ്റും ഒരു ഫൈറ്റിലേക്ക് കടന്നു. ശക്തമായ ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. ആ സമയമാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവരെല്ലാവരും ഗോറിന്റെ ആളുകളായിരുന്നു. ആരോ ഇടയിൽ കളിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിനകത്തുള്ള മറ്റുള്ളവരും മാറ്റിനോടും എമിലിയോടും ഏറ്റുമുട്ടാൻ തുടങ്ങി. ഏറ്റുമുട്ടലിനിടയിൽ പൈലറ്റിന് വെടിയേറ്റു. വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. വിമാനത്തിൽ ആകെ അവശേഷിച്ചത് ഒരു പാരച്യൂട്ട് മാത്രമായിരുന്നു. എമിലിയെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ എമിലിയോട് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടോളൂ എന്ന് മാറ്റ് പറഞ്ഞു. പക്ഷേ മാറ്റിനെ അങ്ങനെ അവിടെ നഷ്ടപ്പെടുത്താൻ എമിലി തയ്യാറായിരുന്നില്ല. മാറ്റിനെയും ചേർത്ത് പിടിച്ച് എമിലി വിമാനത്തിൽ നിന്ന് ചാടി. പാരച്യൂട്ട് നിവർത്തി സുരക്ഷിതമായി അപകടമൊന്നും കൂടാതെ അവർ നിലത്തെത്തുകയും ചെയ്തു. രക്ഷപ്പെട്ടതിലുള്ള അതിശയം അവർക്ക് അത്രമേൽ സന്തോഷം നൽകുന്നതായിരുന്നു. വിമാനാപകടം സംഭവിച്ചല്ലോ. വിമാനാപകടത്തിൽപ്പെട്ട് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തങ്ങളും കൊല്ലപ്പെട്ടു കാണും എന്നേവരും വിചാരിച്ചോളും. എന്തായാലും തങ്ങളുടെ ഈ ജോലിയും ഒക്കെ വിട്ട് കുടുംബജീവിതവുമായി ജീവിക്കാൻ അവർ തീരുമാനിച്ചതാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് മുങ്ങി
മുങ്ങി മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ അവർ തീരുമാനിച്ചു. തങ്ങളെപ്പറ്റി ഒരു വിവരവും കിട്ടാതിരിക്കുവാൻ, അതുവരെയുള്ള ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുവാനും തങ്ങളുടെ ഡോക്യുമെന്റ്സുകളടക്കം നശിപ്പിച്ചു കളയാനും അവർ തീരുമാനിച്ചിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടായ ചക്കിനോടും എമിലിയുടെ അമ്മയോടും പോലും ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് മാറ്റ് പ്രത്യേകം പറഞ്ഞു. കാരണം ICS തിരഞ്ഞ് ആരെങ്കിലും അവർക്ക് പിന്നിൽ വരും എന്ന കാര്യത്തിൽ മാറ്റിന് ഉറപ്പുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. അതായത് 15 കൊല്ലത്തിനിപ്പുറത്തേക്ക് നിലവിൽ മാറ്റും എമിലിയും ഏറെ സന്തോഷത്തോടെ മക്കൾക്കൊപ്പം അറ്റ്ലാന്റയിൽ ജീവിച്ചു വരികയാണ്. അവർക്ക് പുതിയ ഐഡന്റിറ്റികളുണ്ട്. സ്നേഹനിധിയായ 2 മക്കൾ, ലിയോയും ആലീസും. ആലീസിന് 14 വയസ്സാണ് പ്രായം, ലിയോക്ക് 12 വയസ്സും. മാറ്റ് നിലവിൽ ആലീസ് പഠിക്കുന്ന സ്കൂളിൽ ഒരു ഫുട്ബോൾ കോച്ചായി ജോലി നോക്കുകയാണ്. തങ്ങളുടെ പാരന്റ്സിന്റെ ഹിസ്റ്ററിയും മറ്റും ആലീസിലും ലിയോക്കും അറിവേ ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളിലും സംശയം തോന്നി കുട്ടികൾ ചോദിക്കുമ്പോൾ കളവ് പറഞ്ഞിട്ടായിരുന്നു അവർ പിടിച്ചു നിന്നിരുന്നത്. അന്ന് ആലീസ് ഒരു സംശയം ചോദിച്ചു. അച്ഛാ, കഴിഞ്ഞ ദിവസം AC നന്നാക്കാൻ വന്ന ആളോട് അച്ഛൻ റഷ്യൻ ഭാഷയിലാണല്ലോ സംസാരിച്ചേ, അതെങ്ങനെയാ അച്ഛന് സാധിച്ചേ? മാറ്റ് പതിവ് പോലെ കള്ളം പറഞ്ഞു. പക്ഷേ കേട്ടാൽ തന്നെ അതൊരു കള്ളമാണെന്ന് മനസ്സിലാവുമായിരുന്നു. കുട്ടികൾക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്ന് അവരിരുവരും മക്കളെ ഡ്രോപ്പ് ചെയ്യാൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് ഇന്ന് രാത്രിയിൽ നമ്മൾക്കൊന്നിച്ചൊരു സിനിമയ്ക്ക് പോയാലോ എന്നെമില് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആലീസ് പറഞ്ഞു, ഇന്ന് രാത്രിയോ? ഇന്ന് രാത്രി പറ്റില്ല, ഇന്ന് ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡിയുള്ള ദിവസമാ. എങ്കിയൊക്കെ അടുത്ത ദിവസം പോവാം എന്നായിരുന്നു എമിലിയുടെ മറുപടി. ലിയോ ഇറങ്ങിയപ്പോ ലിയോയുടെ കയ്യിലുള്ള പുതിയ മോതിരം കണ്ട് എന്താടാ പുതിയ മോതിരമൊക്കെ ഉണ്ടല്ലോ എന്ന് മാറ്റ് തിരക്കി. ലിയോ പറഞ്ഞു, ചാ, ഇത് അടിപൊളി ഗാഡ്ജറ്റാ, ഇതിൽ ബ്ലൂടൂത്തും ഒരുപാട് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. പുറത്തേക്കിറങ്ങിയ ആലീസ് നടന്നു ചെന്നത് കൂട്ടുകാരുടെ അടുത്തേക്കായിരുന്നു. അവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ജെയിംസും ഉണ്ടായിരുന്നു. കാറിലിരുന്ന് എമിലി ബൈനോക്കുലർ വെച്ച് ആലീസിനെ നോക്കി. ജെയിംസും ആലീസും കിസ് ചെയ്യുന്ന കണ്ടതും എമിലി വല്ലാതായിരുന്നു. അവൾ ഉടനത് മാറ്റിനോട് പറഞ്ഞു. മാറ്റും ബൈനോക്കുലർ വെച്ച് നോക്കാൻ തുടങ്ങി. ഉടനടി ആലീസിന്റെ ഫോൺ കോൾ അവർക്കായി വന്നു. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബൈനോക്കുലർ വെച്ച് എന്താ ചെയ്യുന്നേ എന്ന് ആലീസ് ചോദിച്ചു. മകളെ, അവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തങ്ങൾ പോകുന്നെന്ന് പറഞ്ഞ് ഉടനവർ അവിടെ നിന്ന് പോരുകയാണ്. അന്ന് രാത്രിയിൽ പറഞ്ഞ പോലെ ആലീസ് കമ്പൈൻ സ്റ്റഡിക്കെന്ന് പറഞ്ഞു പോയിരുന്നു. ആലീസിന്റെ കാര്യത്തിൽ കുറെ സംശയം തോന്നിയ എമിലിയാകട്ടെ അവളുടെ ലാപ്ടോപ്പ് എടുത്ത് അവളുടെ ലാപ്പിന്റെ പാസ്വേഡ് കണ്ടെത്തി അത് തുറന്നു. അതിലെ ചാറ്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അവൾ പോയിരിക്കുന്നത് കൂട്ടുകാരുടെ അടുത്തേക്കല്ല മറ്റൊരിടത്തേക്കാണ് എന്നെമിലി മനസ്സിലാക്കുന്നത്. അവരുടെ സംസാരത്തിൽ നിന്നും അതൊരു ലഹരിയൊക്കെ വിതരണം ചെയ്യുന്ന ക്ലബ്ബാണ് എന്നെമിലി മനസ്സിലാക്കിയിരുന്നു. മാറ്റും എമിലിയും ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവരുടെ ഊഹം തെറ്റിയിരുന്നില്ല. ആലീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആലീസിന് കൂടെ വരാൻ പറഞ്ഞ് എമിലി വിളിച്ചെങ്കിലും ആലീസ് വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നു വന്ന ക്ലബിലെ ഒരാൾ അവരെ തടയാനും അവരെ അപമാനിച്ച് പറഞ്ഞുവിടാനും ഒക്കെ നോക്കി. മറ്റൊരാൾ ഇതൊക്കെ വീഡിയോയായി പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ആലീസിനെയും കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചു. ഉടനടി പ്രശ്നമുണ്ടാക്കാൻ നിന്ന ആ യുവാവ് ആലീസിന്റെ കയ്യിൽ കയറി പിടിച്ചു. നീ ഇപ്പോ പോവണ്ടെന്ന് പറഞ്ഞു. എമിലി നോക്കി നിൽക്കുമോ അവനെ ഒറ്റയിടി അവൻ താഴെ വീണു. പിന്നെ പറയണ്ടല്ലോ, അവിടുത്തെ ഗുണ്ടകൾ ഓടിക്കൂടി. ശക്തമായൊരു ഫൈറ്റ് അവിടെ അരങ്ങേറുകയാണ്. ഇതിനിടയിൽ മാറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായി കണ്ടവനെ പിടിച്ച് മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവരറിയാതെ മറ്റു ചിലരൊക്കെ വീഡിയോ എടുത്തിരുന്നു. ഫൈറ്റൊക്കെ അവസാനിച്ച് മകളെയും കൂട്ടി തിരികെ പോകുമ്പോ എമിലി മകളോട് ചോദിച്ചു, 18 വയസ്സാവാത്ത നീ എങ്ങനെയാ ഈ ക്ലബിൽ കയറിയത്? എനിക്കൊരു ഫേക്ക് ഐഡിയ ഉണ്ട് എന്നായിരുന്നു മകളുടെ മറുപടി. പക്ഷേ ആലീസിന് അപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ടായിരുന്നു. അമ്മയും അച്ഛനും അത്രയും ഗുണ്ടകളെ നേരിട്ട് പരാജയപ്പെടുത്തിയ രീതി. സാധാരണക്കാരായി അവർക്ക് എങ്ങനെയതിന് സാധിച്ചു? ആലീസ് ആകെ കൺഫ്യൂസ്ഡ് ആയി. ആലീസ് പിന്നാലെ അച്ഛനോടും അമ്മയോടും അതിനെപ്പറ്റി ചോദിച്ചു. തങ്ങൾക്ക് മാർഷൽ ആർട്സ് അറിയാമെന്നും തങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്നായിരുന്നു മാറ്റ് മറുപടി കൊടുത്തത്. അത് നുണയാണ് എന്നൊറ്റ കേൾവിയിൽ തന്നെ ആലീസിന് മനസ്സിലായിരുന്നു. അവർ സത്യം പറയില്ലെന്നറിഞ്ഞതും ആലീസ് അവിടെ നിന്ന് നടന്നുപോയി. പിറ്റേന്ന് പുലർച്ചെ അവരുടെ വീട് തേടി ഒരു അതിഥി എത്തി. അത് ചക്കായിരുന്നു. അവരുടെ പഴയ സുപ്പീരിയറും ഫ്രണ്ടുമായിരുന്ന ചക്ക് തന്നെ. എങ്ങനെയാണ് ചക്ക് അവിടെ എത്തിയത് എന്ന് മാറ്റിന് അതിശയം തോന്നിയിരുന്നു. ചക്ക് പിന്നാലെ താൻ ഓൺലൈനിൽ വൈറലായ വീഡിയോ കണ്ട കാര്യം അറിയിച്ചു. അവർ ക്ലബിൽ നടത്തിയ ഫൈറ്റ് ഓൺലൈൻ വീഡിയോ ആയി വൈറലായി കഴിഞ്ഞിരുന്നു. ചെക്ക് അവരെ വാൺ ചെയ്തു. ഗോറിന്റെ ആളുകളും തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ICS അന്വേഷിച്ച് അവർ എന്തായാലും നിങ്ങളെ തിരക്കിയെത്തും. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കിക്കോളൂ. അതൊക്കെ 15 കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ? മാറ്റ് പറഞ്ഞു. എത്ര കൊല്ലം മുമ്പത്തെ കാര്യമായിട്ടും കാര്യമില്ല. അവരിപ്പോഴും ICS കീയുടെ പുറകെയാണ്. അതെവിടെയുണ്ടെന്ന് അവർ കണ്ടുകിട്ടുന്നവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിന് ICS കീയൊക്കെ അന്ന്
അന്നത്തെ ആ പ്ലെയിൻ അപകടത്തിൽ തന്നെ ഇല്ലാതായി പോയതാ. അതിനെ എവിടെ നിന്ന് കിട്ടാനാ? ഞങ്ങൾ ആ പ്ലെയിൻ ക്രാഷ് നടന്ന ഇടം മുഴുവൻ പരിശോധിച്ചതാണ്. അവിടെ നിന്നെങ്ങും ICSന്റെ അവശിഷ്ടം പോലും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം മാറിക്കോ, അത് നിങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെ ചിന്തിച്ച് ഗോറിന്റെ ആളുകൾ വരും. പിന്നെ അന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് ആക്രമിക്കപ്പെട്ടല്ലോ, അതിന് പിന്നിൽ നിന്ന് കളിച്ചത് ബാരൻ ആയിരുന്നു. ബാരൻ ഗോറിന്റെ ആളാണ്. ഗോറിന് വിവരങ്ങൾ ചോർത്തു നൽകിയത് ബാരൻ ആയിരുന്നു. ചെക്ക് അത് പറഞ്ഞു നിൽക്കെ ചെക്കിന് വെടിയേറ്റ് വീഴുകയാണ്. സംഭവം എന്തെന്നാൽ അപ്പോഴേക്കും ഗോറിന്റെ മേഴ്സണറി ഗ്രൂപ്പായ വോൾക്ക എത്തിച്ചേർന്നിരുന്നു. ഷൂട്ടൌട്ട് അരങ്ങേറിക്കൊണ്ടേയിരുന്നു. ഇനിയും അവിടെ തുടർന്നാൽ രക്ഷപ്പെടാനാവില്ല, കാര്യങ്ങൾ ശരിയാവില്ല എന്ന് എമിലിക്കും മാറ്റിനും മനസ്സിലായി. അതോടെ ഉടനടി വണ്ടിയെടുത്ത് വോൾക്കയുടെ കണ്ണുവെട്ടിച്ച് അവർ രക്ഷപ്പെടുകയാണ്. നേരെ പോയത് സ്കൂളിലേക്കായിരുന്നു. മക്കളെ കൂട്ടണം. വോൾക്ക ഗ്രൂപ്പ് ആകട്ടെ കാറിൽ അവരെ ചേസ് ചെയ്തു വരുന്നുണ്ട്. കാറിൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോ മാറ്റ് അസത്യം എമിലിയോട് പറഞ്ഞു. അന്ന് വിമാനം ക്രാഷായപ്പോ ICS അവന്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. ചതിയന്മാരടക്കം ഏജൻസിക്കകത്ത് തന്നെ ഉള്ളതുകൊണ്ട് അത് തീവ്രവാദികളുടെ കയ്യിൽ കിട്ടിയാൽ അപകടമാണ് എന്ന് ചിന്തിച്ച മാറ്റ് അത് പിന്നീട് ഒളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് എമിലി ചോദിച്ചു. ഇംഗ്ലണ്ടിൽ നിന്റെ അമ്മയുടെ വീട്ടിലാണ് അത് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു അവന്റെ മറുപടി. അപ്പോഴും വോൾക്ക ഗ്രൂപ്പ് അവരെ ഫോളോ ചെയ്തു വരികയാണ്. വൈകാതെ അവർ സ്കൂളിലെത്തി. ആലീസിനെയും ലിയോയെയും കൂട്ടിക്കൊണ്ട് വേഗം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഇത്ര വേഗത്തിൽ എങ്ങോട്ടായി പോകുന്നേ എന്ന് മക്കൾ ചോദിച്ചപ്പോ നിങ്ങളുടെ മുത്തശ്ശി ഇംഗ്ലണ്ടിലുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. തങ്ങൾക്കൊരു മുത്തശ്ശിയുണ്ട് എന്നത് തന്നെ കേട്ടത് രണ്ട് കുട്ടികൾക്കും ഷോക്കിംഗ് ആയിരുന്നു. അതുവരേക്കും അത്തരത്തിൽ ഒരു മുത്തശ്ശിയുള്ള കാര്യം ഇരുവർക്കും അറിവുണ്ടായിരുന്നേയില്ല. വൈകാതെ അവർ എയർപോർട്ടിൽ നിന്നും വിമാനം ബോർഡ് ചെയ്തു. വിമാനത്തിലിരിക്കുമ്പോൾ എമിലി മാറ്റിനോട് ചോദിച്ചു, മക്കൾക്ക് സംശയങ്ങൾ ഉണ്ടാകും, അവരോട് എല്ലാ സത്യങ്ങളും പറഞ്ഞെങ്കിലോ? ഏയ് അതൊന്നും വേണ്ട, എല്ലാം ഒന്ന് നോക്കിയായ ശേഷം സമാധാനത്തിൽ പറയാം, മാറ്റ് മറുപടി പറഞ്ഞു. വൈകാതെ അവർ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. വ്യാജ പാസ്പോർട്ട് അടക്കം ഉപയോഗിച്ചായിരുന്നു അവർ ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നത്. മക്കൾക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. അവരിറങ്ങി ചെല്ലുമ്പോൾ തന്നെ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ബാരൻ വന്നെത്തിയിരുന്നു. ഒപ്പം പോലീസ് സംഘവും ഉണ്ട്. ബാരൻ ഗോറിന്റെ ആളാണല്ലോ. ഗോറിനു വേണ്ടി അവരെ പിടികൂടാനായിരുന്നു ബാരന്റെ ശ്രമം. മാറ്റ് അത് മുൻകൂട്ടി കണ്ടു. ആ സമയം എയർപോർട്ടിലേക്ക് വന്ന ഒരു ഫാമിലിയുടെ കാർ വിദഗ്ധമായി അവർ മോഷ്ടിച്ചെടുത്തു. ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ബാരനും അസിസ്റ്റന്റും എയർപോർട്ടിലെത്തി പരിശോധനകൾ നടത്തി. മാറ്റും എമിലിയും മക്കളും വ്യാജ പാസ്പോർട്ടിൽ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യം ബാരൻ അതോടെ ഉറപ്പുവരുത്തുകയാണ്. യാത്രയിലായിരിക്കെ എമിലി മക്കളോട് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു കാരണവശാലും ഇന്റർനെറ്റ് ഉപയോഗിക്കരുത്. അവരുടെ സിം കാർഡും മേടിച്ചിരുന്ന എമിലി അതൊക്കെ അവർ കാണാതെ ഒടിച്ചു കളഞ്ഞു. പോകുന്ന വഴിയിൽ അവരൊരു പെട്രോൾ പമ്പിൽ കയറി. ആ സമയം ആലീസിനോടും ലിയോയോടും പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അവർ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. പക്ഷേ അവർ അങ്ങോട്ടേക്ക് പോകുമ്പോ മൊബൈൽ ഫോൺസും മാറ്റും എമിലിയും കാണാതെ പാസ്പോർട്ട്സും എടുത്തിരുന്നു. റെസ്റ്റോറന്റിലെത്തി പാസ്പോർട്ട് നോക്കിയപ്പോ അത് വ്യാജ പാസ്പോർട്ടാണ് എന്നവർ തിരിച്ചറിഞ്ഞു. റെസ്റ്റോറന്റിൽ വൈഫൈ ഉണ്ടായിരുന്നു. വൈഫൈ കണക്ട് ചെയ്ത് ലിയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. മരിച്ചുപോയവരുടെ പാസ്പോർട്ടാണ് അത്തരത്തിൽ അവർക്കായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു. പക്ഷേ ലിയോ വൈഫൈ കണക്ട് ചെയ്തതും ബാരന് അവരുടെ ലൊക്കേഷൻ കിട്ടിയിരുന്നു. ബാരൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെല്ലാൻ തുടങ്ങി. വൈകാതെ ഗോറിന്റെ ഒരു ഗ്യാങ്സ്റ്റർ സംഘവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എമിലിയെയും മാറ്റിനെയും ആക്രമിക്കാൻ അവർ തയ്യാറെടുത്തു. പിന്നെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ഒടുവിൽ മക്കളെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് വണ്ടിയെടുത്ത് പാഞ്ഞു പോകുകയാണ്. വണ്ടിയിൽ കയറിയിരുന്ന മക്കൾ ആകെ പാനിക്കായിരുന്നു. അവർ എമിലിയോടും മാറ്റിനോടുമായി അലറിക്കൊണ്ട് ചോദിച്ചു, അച്ഛനും അമ്മയും ആരാണ്? എന്തിനാ അവരെ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നേ? എന്തിനാ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയേ? അച്ഛനും അമ്മയും ഇനി വല്ല തീവ്രവാദികളുമാണോ? പുറപ്പെട്ടു പോകുമ്പോ ബാരൻ അവരെ കണ്ടിരുന്നു. ബാരൻ അവർക്ക് പിന്നാലെ വരാൻ തുടങ്ങി. പക്ഷേ പോകുന്ന വഴിയിലുള്ള ഒരു ട്രക്കിന്റെ കെട്ടഴിച്ച് വഴി തടസ്സം തീർത്ത് ബാരന്റെ പിന്തുടർച്ചയെ മാറ്റ് തടയുകയാണ്. മക്കൾ അതും നോക്കിക്കാണുന്നുണ്ടായിരുന്നു.
പോലീസ് എന്തിനാ നമ്മുടെ പിന്നാലെ വരുന്നേ എന്ന് മക്കൾ ചോദിച്ചപ്പോ ഇനിയും അവരോട് സത്യം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ എമിലി തങ്ങൾ അമേരിക്കൻ ചാരന്മാരായിരുന്നുവെന്നും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന കാര്യവുമൊക്കെ വിശദീകരിച്ചു കൊടുത്തു. മക്കൾ അതിൽ വല്ലാതെ എക്സൈറ്റഡ് ആയി. തങ്ങളുടെ അച്ഛനും അമ്മയും എത്ര അടിപൊളിയാണ് എന്നവർ പറയുന്നുമുണ്ട്. ഇതിനിടയിൽ മാറ്റ് അവർ ഫോണിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത വിവരവും അതുവഴിയാണ് ബാരൻ ട്രാക്ക് ചെയ്തത് എന്നും മനസ്സിലാക്കി ആ ഫോൺ എടുത്ത് ഒരു ട്രക്കിലേക്ക് എറിഞ്ഞു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത ബാരനും മറ്റും ആ ലോറിയുടെ പിന്നാലെ പോവാൻ തുടങ്ങിയിരുന്നു. യാത്രയ്ക്കൊടുവിൽ എമിലിയും മാറ്റും കുറെ വർഷങ്ങളായി അകന്നു കഴിയുന്ന എമിലിയുടെ അമ്മയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. കൊട്ടാരം എന്ന് തന്നെ പറയണം, അത്രമേൽ വലിയൊരു ബംഗ്ലാവായിരുന്നു അത്. മുത്തശ്ശി രാജകുടുംബമാണോ എന്ന തരത്തിൽ അമ്മയോട് മക്കൾ ചോദിച്ചു. ഏയ് അങ്ങനൊന്നുമല്ല, എന്റെ അമ്മ ഒരു മുൻകാല സീക്രട്ട് ഏജന്റ് ആയിരുന്നു, ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു, സ്നൈപ്പർ ആയിരുന്നു എന്നായിരുന്നു എമിലിയുടെ മറുപടി. അവർ നടന്ന് കയറിയപ്പോൾ തന്നെ എമിലിയുടെ അമ്മയായ ജിന്നി കർട്ടിസ് ആകട്ടെ ഒരു പക്ഷിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. അവരിരുവരും ജീവനോടെയുണ്ട് എന്ന കാര്യം മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. മാറ്റ് ഇടയ്ക്കൊക്കെ മുത്തശ്ശിയുമായി കോണ്ടാക്ട് സൂക്ഷിച്ചിരുന്നതായിരുന്നു അതിന് കാരണം. പിന്നാലെ അവർ വീടിനകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്കൊരു ചെറുപ്പക്കാരൻ യുവാവ് കടന്നു വന്നു. നെയ്ജൽ എന്നായിരുന്നു അവന്റെ പേര്. നെയ്ജൽ തന്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് എമിലിക്കും മാറ്റിനും മക്കൾക്കും മുത്തശ്ശി അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതേസമയം മറുവശത്ത് ബാരന് അവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ലൊക്കേഷൻ കിട്ടിയിരുന്നു. ലൊക്കേഷൻ കിട്ടിയതും അവരുള്ളത് എമിലിയുടെ അമ്മയുടെ വീട്ടിലാണ് എന്ന കാര്യം ബാരൻ ഊഹിച്ചെടുത്തു. അധികം വൈകാതെ മാറ്റ് ഒളിപ്പിച്ച ICS കീ അവരിരുവരുടെയും കൈകളിലേക്ക് എത്തിച്ചേരുകയാണ്. മാറ്റും എമിലിയുമുള്ള ഇടം കിട്ടിയതും അധികം വൈകാതെ ഗോറിന്റെ മേസ്നറി സംഘമായ വോൾക്കയുടെ ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു കയറുകയാണ്. ICS ഒളിപ്പിച്ചു വെച്ചത് എടുക്കുകയായിരുന്ന എമിലിയും മാറ്റും വെടിയൊച്ച കേട്ട് വേഗം ബംഗ്ലാവിലേക്ക് ചെന്നു. അവിടെത്തിയ അവരിരുവരും കണ്ടത് തങ്ങളുടെ മക്കളും മുത്തശ്ശിയും പാർട്ട്ണറും ബന്ദികളായിട്ടുള്ളതായിരുന്നു. ആരെയും ഒന്നും ചെയ്യരുത്, നിങ്ങൾ അന്വേഷിച്ചു വന്ന ICS കീ ഇവിടുണ്ട് എന്ന് പറഞ്ഞ മാറ്റ് അത് കൊടുക്കാൻ തയ്യാറായി. ആ സമയമാണ് കഥയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അങ്ങോട്ടേക്ക് ചക്ക് കടന്നു വന്നു. അന്ന് അവരുടെ വീടിന് മുമ്പിൽ വെച്ച് ചക്കിന് വെടിയേറ്റിരുന്നല്ലോ, അതെല്ലാം ഡ്രാമയായിരുന്നു. ചക്കിനൊന്നും പറ്റിയിരുന്നില്ല. ചക്ക് നിലവിൽ ഗോറിനും വോൾക്കും വേണ്ടി ജോലി നോക്കുകയാണ്. സംഭവം എന്തെന്നാൽ അന്ന് എമിലിയും മാറ്റും വിമാനാപകടത്തിൽ പെട്ടിരുന്നല്ലോ, അവർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അന്ന് വിധിയെഴുതപ്പെട്ടത്. ചക്കിനെ അതിന്റെ പേരിൽ കൃത്യമായി ജോലി നോക്കിയില്ല എന്ന് ആരോപിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതോടെ ചക്കിന് വലിയൊരു വൈരാഗ്യബുദ്ധി ഉടലെടുത്തിരുന്നു. പിന്നാലെയായിരുന്നു ചക്ക് ഗോറിനൊപ്പം ചേർന്ന് ജോലി ചെയ്യാൻ ആരംഭിച്ചത്. ആ സമയം ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ബാരൻ ആയിരുന്നില്ല ചതിയൻ, അത് ചക്കായിരുന്നു. നേർമയുള്ള ഉദ്യോഗസ്ഥനായ ബാരനെ തെറ്റായ ഉദ്യോഗസ്ഥനാണ് എന്ന മട്ടിൽ ചക്ക് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കീ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചക്ക് ചെക്ക് ചെയ്തു. അത് ഒറിജിനൽ ആണെന്ന് കണ്ടതും ആരെയും കൊല്ലാൻ നിൽക്കാതെ രക്ഷപ്പെട്ടു പോവാനുള്ള എളുപ്പത്തിനും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാനും ആലീസിനെയും ലിയോയെയും ബന്ദിയാക്കി തന്റെ കൂടെ ചക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മക്കളെ എങ്ങനെയും അവരുടെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്തണം. മാറ്റും എമിലിയും ചേർന്ന് ആലോചിച്ചു. CCTV ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോ പോകുന്ന വഴിയിൽ ലിയോ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരം ഉയർത്തിക്കാട്ടുന്നുണ്ടായിരുന്നു. സ്മാർട്ട് റിംഗ് കണ്ടതും അതുപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താമല്ലോ എന്ന് മാറ്റും എമിലിയും ചിന്തിച്ചു. വൈകാതെ ആ ലൊക്കേഷൻ മനസ്സിലാക്കി മക്കളെ രക്ഷപ്പെടുത്താൻ എമിലിയും മാറ്റും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. വളരെയധികം സെക്യൂരിറ്റിയുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. എന്നിരുന്നാലും അതൊക്കെ വിദഗ്ധമായി താണ്ടി അവർ അകത്തെത്തി. അതേ കെട്ടിടത്തിന്റെ മുകളിൽ ചെക്കാസമയം കുറേയേറെ സമ്പന്നരുമായി ഒരു മീറ്റിംഗിലായിരുന്നു. ICS കീ വിറ്റ് പണം നേടാനുള്ള ശ്രമത്തിലായിരുന്നു ചക്ക്. വിൽപ്പന നടത്തുന്നതിന് മുമ്പ് അതിന്റെ പവർ എന്തെന്ന് ആ നഗരത്തിലെ മുഴുവൻ ലൈറ്റുകൾ ഓഫ് ചെയ്തും അണക്കെട്ട് നിയന്ത്രിച്ചും ചക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നാലെ $150 ബില്യൺ ICS കീയുടെ ലേലം ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് കെട്ടിടത്തിനകത്തേക്ക് കടന്നിരുന്ന മാറ്റും എമിലിയുമാകട്ടെ ചക്കിന്റെ ആളുകളോട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അവരെ അവസാനിപ്പിച്ച് മാറ്റും എമിലിയും മുമ്പോട്ട് നടന്നപ്പോ ബാരൻ പോലീസുകാർക്കൊപ്പം അവർക്ക് മുമ്പിൽ എത്തിച്ചേർന്നിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള മട്ടിലായിരുന്നു ബാരന്റെ വരവ്. ബാരൻ ചിന്തിച്ചിരുന്നത് അവരാണ് ICS കീ വിൽക്കാൻ അങ്ങോട്ടേക്ക് എത്തിയതെന്നായിരുന്നു. പക്ഷേ അവരല്ല, ചക്കാണ് യഥാർത്ഥ വില്ലൻ എന്ന് ബാരനും മനസ്സിലാക്കി. അതോടെ അവർ ഒന്നിച്ച് ചക്കിനെ പിടികൂടാനായി പുറപ്പെട്ടു ചെന്നു. പക്ഷെ അത് മുൻകൂട്ടി കണ്ട ചക്കാകട്ടെ ആലീസിനെയും ലിയോയെയും ബന്ദിയാക്കി ആ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കുകയാണ്. ഒരു ബോട്ടിൽ രക്ഷപ്പെടാനായിരുന്നു ചക്കിന്റെ പദ്ധതി. പിന്നെ അവിടെ അരങ്ങേറിയത് ചേസിങ്ങും ആക്സിഡന്റും ഫൈറ്റും ഒക്കെ അരങ്ങേറിയ ഒരു ആക്ഷൻ പാക്കേജ് ആയിരുന്നു.
നീണ്ട പോരാട്ടങ്ങൾക്കും ചേസിങ്ങിനും ഒക്കെയൊടുവിൽ ചക്ക് മക്കളുമായി പോയ ബോട്ടിലേക്കെത്തിയ എമിലിയും മാറ്റും ലൈഫ് ജാക്കറ്റ് അണിയിപ്പിച്ച് മക്കളെ നേരെ വെള്ളത്തിലേക്കിട്ടു. പിന്നാലെ അവരും ഒരു ഘട്ടത്തിൽ എടുത്തു ചാടി. മുമ്പോട്ട് കുതിച്ചു പാഞ്ഞ ബോട്ട് ഒരു ബാരിയറിൽ തട്ടി അപകടത്തിൽപ്പെട്ടു. സ്ഫോടനത്തിനിരയായി. ആ അപകടത്തിൽ ചക്കും കൊല്ലപ്പെടുകയാണ്. പിന്നാലെ പോലീസ് സംഘമെത്തി വെള്ളത്തിൽ വീണ മാറ്റിനെയും എമിലിയെയും മക്കളെയും രക്ഷപ്പെടുത്തിയിരുന്നു. മക്കൾ പാരന്റ്സിനോട് നന്ദി പറഞ്ഞു. പിന്നാലെ അവരൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇനി ഇതുപോലൊന്നും വേണ്ടാട്ടോ, നമുക്ക് നമ്മുടെ പഴയ ജീവിതം മതി. കുറച്ച് നാളുകൾക്ക് ശേഷം ആലീസിന്റെ സ്കൂളിൽ ഫുട്ബോൾ മാച്ച് നടക്കുകയായിരുന്നു. ആലീസ് ഒരു പെനാൽറ്റി കിക്ക് എടുക്കാൻ നിൽക്കുകയാണ്. ആലീസ് അന്ന് അതൊരു ഗോളാക്കി മാറ്റി. ഏവരും സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ഏറെ സന്തോഷത്തോടെ ആലീസിന്റെ ടീമിന്റെ വിജയം അവർ ആഘോഷിച്ചു. അധികം വൈകാതെ ഒരു ദിവസം എമിലിയെയും മാറ്റിനെയും കാണാൻ ബാരൻ എത്തി. ചക്കിന്റെ മൃതദേഹം അന്നത്തെ ബോട്ട് അപകടത്തിൽ തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയിട്ടില്ലെന്നും അയാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ബാരൻ അവരെ അറിയിച്ചു. ICS കണ്ടെത്താനുള്ള മിഷന്റെ ഭാഗമായി പുതിയൊരാളെ കൂടി തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും എമിലിയുടെ അച്ഛനെയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിത്തരാനും ബാരൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എമിലിക്കൊരു അച്ഛനുണ്ട് എന്ന കാര്യം തന്നെ മാറ്റിന് അറിവുണ്ടായിരുന്നില്ല. മാറ്റ് ഒരു ഞെട്ടലോടെ എമിലിയെ നോക്കി. രണ്ടാം ഭാഗത്തിനൊരു തുടക്കമിട്ടുകൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.